നമ്മൾ വിചാരിച്ചിരുന്നത് മനുഷ്യർ മാത്രമാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് അല്ലേ? പക്ഷേ പ്രകൃതിയുടെ നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് യുഗാണ്ടയിലെ നിബിഡ വനങ്ങളിൽ നിന്ന് വരുന്നത് ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്. ഒരു കാലത്ത് ഒരേ കുടുംബമായി കഴിഞ്ഞ് ഒന്നിച്ച് ഇര തേടി നടന്നിരുന്ന ചിമ്പൻസികൾ ഇന്ന് പരസ്പരം കഴുത്തറുക്കുന്ന തരത്തിൽ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. വെറും തല്ലല്ല, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു ബ്രൂട്ടൽ സിവിൽ വാർ. ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഈ ചിമ്പൻസി യുദ്ധം 500 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന് വിദഗ്ധർ പറയുന്നു. എന്താണ് ഈ രക്തച്ചൊരിച്ചിലിന് പിന്നിലെ രഹസ്യം? യുഗാണ്ടയിലെ കാടുകളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശോധിക്കാം. യുഗാണ്ടയിലെ ചിബാലെ നാഷണൽ പാർക്കിലാണ് ഈ ചോരക്കളി നടക്കുന്നത്. ഇവിടുത്തെ എങ്കോഗോ ചിമ്പൻസി കമ്മ്യൂണിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിമ്പൻസി കൂട്ടമായിരുന്നു. ഏകദേശം 200ഓളം അംഗങ്ങൾ. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലെ ചിംപ് എംപയർ എന്ന ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. വർഷങ്ങളോളം ശാസ്ത്രജ്ഞർ ഇവരെ നിരീക്ഷിച്ചു. അവർ വളരെ സമാധാനമായിട്ട് ജീവിച്ചവരായിരുന്നു. എന്നാൽ 2015ഓടെ കാര്യങ്ങൾ മാറുകയായിരുന്നു. 30 വർഷത്തോളം നീണ്ട ഇവരുടെ സൗഹൃദം പതിയെ തകരാൻ തുടങ്ങി. ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് പെർമനന്റ് ഫിഷൻ എന്നാണ്. അതായത് ഒരൊറ്റ ഗ്രൂപ്പ് 2 കഷ്ണങ്ങളായി പിരിഞ്ഞ് വെസ്റ്റേൺ ഗ്രൂപ്പും അതുപോലെ സെൻട്രൽ ഗ്രൂപ്പും. തുടക്കത്തിൽ ചെറിയ പിണക്കങ്ങളായിരുന്നുവെങ്കിൽ 2018 ആയപ്പോഴേക്കും ഇത് ക്രൂരമായൊരു സിവിൽ വാർ ആയിട്ട് മാറുകയായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഈ യുദ്ധം കൂടുതൽ ഭീകരമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ മാത്രം 28ലധികം ചിമ്പൻസികളാണ് ഈ ഒരു ആഭ്യന്തര കലഹത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 7 അഡൾട്ട് മീൽസ്, മുതിർന്ന ആണുങ്ങളും 17 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ ഇന്നലത്തെ ചങ്ങാതിമാരെ ഇന്നത്തെ ശത്രുക്കൾ കൂട്ടം ചേർന്ന് അടിച്ചും കടിച്ചു കീറിയുമാണ് കൊല്ലുന്നത്. സയന്റിഫിക് അമേരിക്കൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വെസ്റ്റേൺ ഗ്രൂപ്പാണ് കൂടുതൽ ആക്രമണം അഴിച്ചുവിടുന്നത്. അവർ വളരെ ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും കൂടുതൽ കൊഹേസീവ്, അതായത് ഐക്യത്തോടെയാണ് നീങ്ങുന്നത്. സെൻട്രൽ ഗ്രൂപ്പിലെ അംഗങ്ങളെ അവർ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു. പലപ്പോഴും തങ്ങളുടെ മുൻപത്തെ നേതാക്കന്മാരെ പോലും അവർ വെറുതെ വിടുന്നില്ല. 2022 കൊല്ലപ്പെട്ട ജാക്സൺ എന്ന കരുത്തനായ നേതാവിന്റെ മരണം ശാസ്ത്രലോകത്തെ വലിയ തോതിൽ വിഷമിപ്പിച്ചിരുന്നു. അതുപോലെ 2024 കൊല്ലപ്പെട്ട മോട്ടൺ എന്ന ചിമ്പൻസിയുടെ മരണം ലോകത്തെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. വർഷങ്ങളോളം ഗാരിസൺ എന്ന ചിമ്പൻസിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ ഒരു മോട്ടൺ ചിമ്പൻസി. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ ഇവർ 2 ഗ്രൂപ്പിലായി. അവസാനം ഗാരിസൺ ഉൾപ്പെട്ട വെസ്റ്റേൺ ഗ്രൂപ്പ് മോട്ടനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? ശാസ്ത്രജ്ഞർ പറയുന്ന ഒരു പ്രധാന കാരണം റിസോഴ്സ് കോമ്പറ്റീഷൻ ആണ്. അതായത് ഭക്ഷണം തേടാനുള്ള സൗകര്യം കുറഞ്ഞതും പെൺ ചിമ്പൻസികൾക്ക് വേണ്ടിയുള്ള പോരും ഇവരെ 2 തട്ടിലാക്കി. അതിലും ഉപരിയായി ഇവർക്കിടയിലെ ചില പ്രധാനപ്പെട്ട പാലം പോലെ നിന്നിരുന്ന നേതാക്കൾ ചത്തുപോയത് ഗ്രൂപ്പിന്റെ കെട്ടുറപ്പ് തകർത്തു. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ വൺസ് ഇൻ 500 ഇയേഴ്സ് ഇവന്റ്, 500 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത്. കാരണം പ്രകൃതിദത്തമായ സാഹചര്യങ്ങളിൽ ചിമ്പൻസികൾ ഇത്രയും ഭീകരമായി സ്വന്തം വർഗത്തെ ഇല്ലാതാക്കുന്നത് വളരെ വളരെ അപൂർവമാണ്. മനുഷ്യരുടെ യുദ്ധത്തിന് മിക്കപ്പോഴും മതം, ഭാഷ, രാഷ്ട്രീയം എന്നീ കാരണങ്ങളുണ്ടാകാം. എന്നാൽ ചിമ്പൻസികൾക്ക് ഇതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംസ്കാരവും ഇല്ലാത്ത മൃഗങ്ങൾ പോലും ഇങ്ങനെ ശത്രുത വളർത്തുന്നുണ്ടെങ്കിൽ മനുഷ്യനിലെ അക്രമവാസനയുടെ വേരുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് ഈ ഒരു പഠനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സെൻട്രൽ ഗ്രൂപ്പിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരുടെ അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞു. വെസ്റ്റേൺ ഗ്രൂപ്പ് ഇപ്പോൾ അവരുടെ പ്രധാന പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ചിമ്പൻസികളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ടെറിട്ടോറിയൽ എക്സ്പാൻഷനാണ്. ശാസ്ത്രലോകം ഈ സംഭവത്തെ നോക്കിക്കാണുന്നത് വലിയൊരു പാഠമായിട്ടാണ്. ഭാഷയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത മൃഗങ്ങൾ പോലും ഇത്രയും ക്രൂരമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യനിലെ വയലൻസ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രകൃതിദത്തമാണെന്ന് ഇത് തെളിയിക്കുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ ചിന്തിക്കുന്നത് ചിമ്പൻസികൾ വെറും മൃഗങ്ങളല്ലേ, കുരങ്ങന്മാരല്ലേ എന്നൊക്കെയാണ്. പക്ഷെ അവരുടെ ബുദ്ധിയും ക്രൂരതയും പലപ്പോഴും മനുഷ്യരോളം എത്തും. യുഗാണ്ടയിലെ ഈ കാടുകളിൽ ഇപ്പോൾ സമാധാനമില്ല. ശത്രുക്കൾ പതുങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷവും അടുത്ത ആക്രമണം ഉണ്ടാകാം. ഈ സിവിൽ വാർ എന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, എൻഗോഗോ കമ്മ്യൂണിറ്റിയുള്ള ആ കാടുകളിൽ ഇനി പഴയ സമാധാനം തിരിച്ചു വരില്ല. സമാധാനമായി ജീവിക്കാൻ പഠിച്ചില്ല എങ്കിൽ പ്രകൃതി നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് വലിയൊരു തകർച്ചയായിരിക്കും. യുദ്ധം ജയിക്കുന്നവർ പുതിയ രാജാക്കന്മാരാകും, തോൽക്കുന്നവർ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ഈ പഠനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്തെന്നാൽ ഏറ്റവും വലിയ സൗഹൃദങ്ങൾ പോലും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.